ഹായ്, ഞാൻ മഞ്ജു. ഇന്നൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് കേട്ടോ. പക്ഷേ അതേസമയം തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ കാർ പോർച്ച് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടെന്ന് തന്നെ പറയാം അല്ലേ. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയായിരിക്കും മിക്കവരുടെയും കാർ പോർച്ച്. അപ്പോൾ നമ്മൾ കാർ പോർച്ച് പണിയുമ്പോഴും നമ്മുടെ ആ ഒരു വീട് എങ്ങനെയാണോ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അത്രയും തന്നെ ശ്രദ്ധ ഈ കാർ പോർച്ച് പണിയുമ്പോഴും നമ്മൾ കൊടുക്കണം. ഞാനിത് എടുത്തു പറയാൻ കാരണം നമ്മൾ വീട് പണിയുടെയൊക്കെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജാണ് കാർ പോർച്ച് എന്നൊക്കെ പറയുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്ക് വീട് പണിതിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഫിനാൻഷ്യലിയും മെൻ്റലിയും എല്ലാം ഡൗൺ അല്ലെങ്കിൽ ഡ്രെയിൻ ഔട്ട് ആയിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഈ ഒരു പണി കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കും മിക്കവർക്കും. പക്ഷേ അങ്ങനെ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഈ ഒരു കാർ പോർച്ചിൻ്റെ കാര്യത്തിൽ അങ്ങ് ഒരു അശ്രദ്ധ കാണിച്ചാൽ നമുക്ക് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ 8ൻ്റെ പണി കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പണി അത് റെക്ടിഫൈ ചെയ്യായിരുന്നു കുറച്ച് ആഴ്ചകൾക്ക് മുൻപ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു കാര്യം ഇത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാം. കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകും. അറ്റ്ലീസ്റ്റ് വീട് പണിതുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും വീട് ഇനി പണിയാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. ഞാൻ പറയുന്നത് കാർ പോർച്ചിലെ ടൈൽസ് സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ്. കാർ പോർച്ചിൻ്റെ ടൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കാർ പോർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടി അല്ലേ, നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനാണ്. ഒരു വീട്ടിൽ തന്നെ ഇപ്പം ഒന്നിലധികം വണ്ടികളുണ്ട്, 2 വീലേഴ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ അവരുടെ വണ്ടികൾ ഇങ്ങനെയൊക്കെ വരും അല്ലേ. നമ്മൾ ഒരു കാർ പോർച്ചിലെ ടൈൽസ് സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരിക്കലും സെറാമിക് ടൈൽസ് എക്സ്റ്റീരിയർ ഇതിന് ഉപയോഗിക്കരുത്. സെറാമിക് പെട്ടെന്ന് ബ്രേക്കബിളുമാണ്. അതേപോലെ തന്നെ ഈ നമ്മുടെ വെയിൽ ഇതൊക്കെ കൊള്ളുമ്പോഴേക്ക് പെട്ടെന്ന് ഡള്ളാവുകയും ചെയ്യും. ഒരിക്കലും അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും സെറാമിക് ടൈൽസ് എടുക്കരുത്. വെട്രിഫൈഡ് ടൈൽസ് തന്നെ എക്സ്റ്റീരിയർ ടൈൽസ് അതും കാർ പോർച്ചിന് ചൂസ് ചെയ്യണം. നമ്മുടെ വീടുകളിലെ കാർ പോർച്ചിൽ നമ്മുടെ കാറും പിന്നെ വല്ലപ്പോഴും വരുന്ന ഗസ്റ്റുകളുടെ കാറും അല്ലേ. അതേസമയം തന്നെ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ ആവട്ടെ, ഒരു ദിവസം എത്ര വണ്ടികളാണ് അവിടെ വന്നു പോകുന്നത്. അപ്പോൾ അത് ഹെവി ട്രാഫിക്കാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ടൈൽസ് എക്സ്റ്റീരിയർ ടൈൽസ് എന്ന് പറയുന്നത് പല റേഞ്ചുണ്ട്. ഹെവി ട്രാഫിക്കിനുള്ളതുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് പർപ്പസിനുള്ളത് സെപ്പറേറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഷോപ്പിൽ പോകാനും. നമ്മുടെ പർപ്പസ് വീടിനാണോ അല്ലെങ്കിൽ ഷോപ്സിനാണോ എന്നുള്ളത് അവിടെ പറഞ്ഞ് അവരുടെയും കൂടെ ഒരു സജഷൻ എടുത്തിട്ട് വേണം നമ്മൾ ടൈൽസ് ചൂസ് ചെയ്യാൻ. ഓക്കെ, ഹെവി ഡ്യൂട്ടി ടൈൽസ് എന്ന് ആണ് പറയുക ഈ എക്സ്റ്റീരിയർ ടൈൽസിനെ. കാരണം ഈ വണ്ടികളൊക്കെ കയറാനും അതിനു വേണ്ടിയുള്ളൊരു സ്ട്രെങ്ത് ഉള്ള ടൈൽസാണ് നമ്മുടെ പുറത്തിടുന്ന ടൈൽസ്. അങ്ങനെ ഞങ്ങളിവിടെ ഇപ്പം പിന്നെ ഇപ്പോൾ രണ്ടാമത് ചൂസ് ചെയ്തിരിക്കുന്ന ടൈൽസ് 40 സെൻറ്റിമീറ്റർ ബൈ 40 30 സെൻറ്റിമീറ്ററാണ് ഒരടി എന്ന് പറയുന്നത്. അപ്പം 30 ബൈ 30 ആണ് യൂഷ്വലി കണ്ടുവരുന്നത്. ഇതിപ്പം കുറച്ചുകൂടെ വലുത് ആണ് എടുത്തത്. 40 സെൻറ്റിമീറ്റർ ബൈ 40 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എക്സ്റ്റീരിയർ ടൈൽസ് ഒരിക്കലും ഭയങ്കര വലുത് ചൂസ് ചെയ്യരുത്. കാരണം വലിപ്പം കൂടുന്തോറും അത് ബ്രേക്കബിൾ ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ഒരു 40 സെൻറ്റിമീറ്റർ ഒക്കെ ഒരു ആവറേജ് ഒരു സൈസാണ്. കാരണം നമ്മൾ ടൈൽസ് ഒക്കെ ഇടുന്നവർ പറയും വലിയ ടൈൽസ് എടുക്കുക, ജോയിൻറ്റ് ഫ്രീ ആണ്, ജോയിൻ്റ് ഇല്ലല്ലോ അധികം. പക്ഷേ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ലേ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് വലിപ്പം കൂടുന്തോറും അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു ആവറേജ് സൈസിലുള്ള ടൈൽസ് എപ്പോഴും ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് തിക്നെസ്സാണ്. അത് ഒരുവിധം ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ടൈൽസും എക്സ്റ്റീരിയർ ടൈൽസിന് വേണ്ട തിക്നെസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അക്കാര്യത്തിൽ നമുക്ക് അത്ര ഭയപ്പെടേണ്ടതില്ല. ഇനി മൂന്നാമത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്ര വില കൂടിയ ടൈൽസ് എടുത്താലും അത് ലേ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അതിൽ വന്ന അപാകതയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ടൈൽസ് പൊട്ടിപ്പോകാനായിട്ടുള്ള കാരണം. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ അത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാർ പോർച്ച് പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി അത്ര ബോധർ ചെയ്യേണ്ട. എപ്പോഴും മാറ്റാൻ പറ്റുന്നതല്ലല്ലോ ടൈൽസ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കൂടെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് കിട്ടിയ കുറച്ച് നോളജ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇതായിരുന്നു ഞങ്ങളുടെ കാർ പോർച്ച്. സത്യം പറഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കുറേ നാളായി ഇത് ഒരു വല്ലാത്തൊരു നമുക്കൊരു മെൻ്റൽ ടെൻഷനാണ്. ഗേറ്റ് തൊട്ട് കാർ പോർച്ച് വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ ഇൻ്റർലോക്കിംഗ് ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. അവിടെ കണ്ടോ നിറച്ച് ഇങ്ങനെ പുല്ലൊക്കെ വളർന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിത് ഒരു പ്രാവശ്യം ഇതൊക്കെ ക്ലീൻ ചെയ്താലും പെട്ടെന്ന് തന്നെ ഇത് പിന്നെയും കാട് പോലെ വളരുകയാണ്.
കാർപോർച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒരു നല്ല രീതിയിൽ തന്നെ അവിടെ ടൈൽസ് എല്ലാം പൊട്ടി അടർന്ന് നന്നായിട്ട് ടൈൽസ് എല്ലാം ഇങ്ങനെ മാറിക്കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് മണ്ണൊക്കെ ഇങ്ങനെ കയറി അവിടെയൊക്കെ പുല്ല് വളർന്ന് ആകെ വൃത്തികേടായി കിടക്കുകയാണ്. കാർപോർച്ചിൽ 2 കാറിടാൻ ഭാഗത്തിലുള്ള ഒരു കാർപോർച്ചായിരുന്നു. അതിലിപ്പോൾ കാർ കിടക്കുന്ന ഭാഗത്ത് അത്ര പൊട്ടിയിട്ടില്ലെങ്കിൽ പോലും അവിടെയും ചെറിയതായിട്ട് ക്രാക്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത് ഫൈനലായിട്ട് ഒരു ഡിസിഷൻ എടുത്തത് ഇതെന്തായാലും മാറ്റിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് പൊട്ടുന്നതെന്നൊന്നും ഞങ്ങൾക്കത്ര അറിയില്ലായിരുന്നു. അങ്ങനെ വർക്ക് തുടങ്ങി. ആദ്യം അവർ ആ പൊട്ടി തുടങ്ങിയ ആ സ്ഥലം തന്നെയാണ് ആദ്യം ഇളക്കിയത്. അപ്പോഴാണ് കാണുന്നത് അതിൻ്റെ തൊട്ട് താഴെ ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റ് ഒന്നും വളരെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടേയില്ല. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ഇങ്ങനെ മണ്ണാണ് ആ താഴെ. അതിൻ്റെ മുകളിൽ വളരെ കുറച്ച് സിമെൻ്റ് ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് ടൈൽസ് ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ടൈൽസ് പൊട്ടിപ്പോകാനായിട്ട് ഇടയായത്. നമ്മുടെ പാറുവാണ് സൂപ്പർവിഷൻ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത് മരമുല്ല എന്ന് പറഞ്ഞ ചെടിയുടെ ബോൺസായി കേട്ടോ. ഇത് നിറയെ മുട്ടിട്ടിട്ടുണ്ട്. പക്ഷേ വർക്ക് നടക്കുന്നതുകൊണ്ട് അത്ര ആസ്വദിക്കാനൊന്നും പറ്റുന്നില്ല. ഫ്രണ്ടിലുള്ള ഇൻ്റർലോക്കിംഗ് ടൈൽസും കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ടൈൽസ് കംപ്ലീറ്റ് ആയിട്ട് അവർ ഇളക്കിയിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ ഒരു ഭീകരാവസ്ഥയാണ്. ഒരു പാറമടയിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഇനി ഈ വേസ്റ്റൊക്കെ ക്ലിയർ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇവർ ആ വേസ്റ്റ് എല്ലാം മാറ്റി തറയൊക്കെ ഇപ്പോൾ ഇടിച്ചിങ്ങനെ നന്നായിട്ട് ഉറപ്പിച്ചു, നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉറപ്പിച്ചു. അതിനുശേഷം പണ്ടൊക്കെ ഇങ്ങനെ അവർ കൈവച്ചൊക്കെയാണ് എന്തൊക്കെയോ ഇത് വെച്ച് ഇടിച്ചാണ് ഉറപ്പിച്ചുകൊണ്ട്. ഇതിപ്പോൾ ഇതുപോലൊരു മെഷീൻ വെച്ചാണ് അവർ തറ ഉറപ്പിക്കുന്നത്. അതിനുശേഷം ഇതിപ്പം വാട്ടർ ലെവൽ അതിൻ്റെ ഇതൊക്കെ ലെവൽ നോക്കുന്നതാണ്. സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടി, ഗേറ്റിൻ്റെ സൈഡിലേക്ക് സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മണ്ണൊക്കെ നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് കോൺക്രീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു ലെയർ കോൺക്രീറ്റ് അവർ ആദ്യം ഇടുകയാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ലെയർ കോൺക്രീറ്റ്. അതിനുശേഷം ഈ ഒരു ഫസ്റ്റ് ലെയർ കോൺക്രീറ്റിന് ശേഷം ഒരു കമ്പി ഇടും. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുമാറ്റും ഇട്ട ശേഷം നമ്മൾ വാർക്കുമ്പോഴൊക്കെ കണ്ടില്ലേ, അതേപോലെ തന്നെ കമ്പി ഇട്ടിട്ട് പരസ്പരം അത് ഇങ്ങനെ കെട്ടി അത് കണക്റ്റ് ചെയ്യും. അതിനുശേഷം ഈ കമ്പിയുടെ മുകളിലാണ് സെക്കൻഡ് ലെയർ കോൺക്രീറ്റിൻ്റെ ഇടുക. അപ്പോൾ ഇതൊരു നല്ല സെറ്റാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. ഒരു 2-3 ദിവസം അതിൻ്റെ ഒരു ക്യൂറിങ്ങിനായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഇട്ടു. അതിനുശേഷം നമ്മൾ പോയി ടൈലെടുത്തു. ടൈല് ഞാൻ പറഞ്ഞല്ലോ 40 by 40 സെൻറ്റിമീറ്ററാണ് വെട്രിഫൈഡ് ടൈൽസ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബോൺസായി നന്നായി പൂത്തങ്ങ് കുലച്ചു. പക്ഷേ ഭയങ്കര ഒരു ഫ്രാഗ്രൻസ് ഉള്ളൊരു പൂവാണിത്. പക്ഷെ അത് അത്രമാത്രം അങ്ങ് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. ഇത് പൂത്തിട്ട് കണ്ടോ, ഇതിൻ്റെ താഴെയൊക്കെ നിറച്ച അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുകയാണ്. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ട്, അതായത് നമ്മുടെ ടൈൽസ് ലേ ചെയ്യാം. അപ്പോഴാണല്ലോ നമുക്ക് ആ ഒരു നല്ലൊരു സന്തോഷം വരുന്നത്, അത് ടൈലൊക്കെ ഇട്ട് കാണുന്നതിൻ്റെ ഒരു സന്തോഷം. ഓക്കെ, ആദ്യം ഗ്രൗട്ട് ഇട്ട ശേഷം അവർ ടൈല് ഇങ്ങനെ എടുത്ത് ഫിക്സ് ചെയ്യും. അതിനൊക്കെ അവരുടേതായ രീതികളുണ്ട്. ഞങ്ങൾ ടൈൽസ് എടുത്തതിൻ്റെ കൂടെ തന്നെ അതിന് ചേർന്ന് വരുന്ന ഭിത്തിയിൽ ഒരു പകുതി വരെ ഒരു വോൾ ക്ലാഡിങ് കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ടൈൽസ് കൂടെ ഒട്ടിക്കുന്നുണ്ട്. കാരണം നമ്മൾ കാർപോർച്ചൊക്കെ കഴുകുമ്പം നമുക്ക് ഭിത്തിയിലേക്ക് വോളിലേക്ക് വെള്ളമൊക്കെ അങ്ങനെ ഈർപ്പമൊന്നും വരാതിരിക്കും. എങ്ങനെയുണ്ട് കാർപോർച്ച്? സൂപ്പറായിട്ടില്ലേ? സത്യം പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. വളരെ നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ ഈ ടൈൽസ് ഒരു 55 ആയിരുന്നു. അത് പിന്നെ ഒരു ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞൊരു 50-ക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു റസ്റ്റിക് മാറ്റ് ഫിനിഷാണ്. നല്ല ഇഷ്ടപ്പെട്ടു ഇത് കണ്ടവർക്കൊക്കെ.
അപ്പോൾ പാർക്കിംഗ് ഏരിയ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെട്രിഫൈഡ് ടൈൽസ് തന്നെയായിരിക്കണം. പിന്നെ അതിൻ്റെ ലേയിങ് കോൺക്രീറ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. ടൈൽസിൻ്റെ താഴ്ഭാഗം ഒരിക്കലും ഹോളോ ആവരുത്. അവിടെ ഒരു പൊള്ളയായിട്ട് കിടന്നു കഴിഞ്ഞാൽ അവിടെ വണ്ടി കയറുമ്പോൾ അവിടെ തൊട്ട് പൊട്ടിത്തുടങ്ങും, പിന്നെ അങ്ങോട്ട് ഫുൾ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം ഹാപ്പി. നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.